നമ്മുടെ യാത്ര ആരംഭിച്ച് ഇപ്പോൾ കാസർഗോഡ് എത്താറായി. ചെപ്പ് ഇവിടെയുണ്ട്. ചെറിയാപ്പു എന്തോ ചാർജിങ് കുത്താനുള്ള തയ്യാറെടുപ്പിലാണ്. പുറത്തേക്ക് നോക്കിയാൽ അതിമനോഹരമായ കാസർഗോഡൻ ഭംഗി കാണാൻ കഴിയുന്നതാണ്. കൂടെ കോ പ്രസൻറ്റേഴ്സ് ആയിട്ട് എൻ്റെ ഹിന്ദി വാല ആത്മീയം, ഒരു കേരള ഉറുദു കേരള ആത്മീയം, മലയാളി. മേം പറയുമ്പോൾ ഹൂം കൊണ്ട് അവസാനിക്കണം എന്ന റൂളുണ്ട്. ചെപ്പ് വീണ്ടും ട്രെയിനിൽ മൊത്തം അഴിഞ്ഞു തിരിഞ്ഞ് പെൺകുട്ടികളൊക്കെ നോക്കി തിരിച്ചു വന്നിരിക്കുകയാണ്. സർക്കിൾ ചെക്കൻ, സൽഗുണ സമ്പന്നൻ. ചെറിയാപ്പ് ട്രെയിനടിയിൽ എന്തോ തിരയുന്നു. ചെറിയാപ്പിൻ്റെ ഒരു കൈ പോലും താഴത്തോട്ട് പോലും ചെറിയാപ്പ് മനസ്സിലാക്കുന്നില്ല. എന്താ ഈ പറയല്ലേ, എന്താ ഉള്ളത്? വലിയ വേഗമാണല്ലോ, എന്നെക്കാട്ടിലും വലിയ വേഗ്. പക്ഷെ ക്ലിയർ ഉണ്ടാടാ, അടിപൊളിയാടാ വീഡിയോ. യെസ്, ബ്യൂട്ടിഫുൾ. ഹലോ ഗൈസ്, ഇതാണ് നമ്മുടെ അടുത്ത യാത്രികൻ മിസ്റ്റർ കിളിയെന്ന ഇർഷാദ്. ഹലോ ഗൈസ്, ഇപ്പോൾ ഉള്ളത് എവിടെയാണ്? കാസർഗോഡ് കഴിഞ്ഞു, അടുത്ത് ഉടുപ്പി, അത് കഴിഞ്ഞ് പിന്നെ ഗോവ. അങ്ങനെ പോവും. ചെറിയ മഴ വരുന്നുണ്ട്. മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്. What? No. സുൻബുലുവിനെ വിളിക്കുന്ന ചെറിയാപ്പു വൈഫിനെ വിട്ടുപോകുന്ന വിഷമത്തിലാണ്. ചെറിയാപ്പുവിൻ്റെ സംശയം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ചോദ്യം ചോദിക്കട്ടെ? ഇജ്ജ് നേരത്തെ ചോദിച്ചില്ല എന്തുകൊണ്ടാണ് ട്രെയിൻ പതുക്കെ പോകണം, വേഗം പോയാൽ വേഗം എത്തൂലെന്ന്. അത് പ്രേക്ഷകരോട് ചോദിക്ക്. അതൊരു ചോദ്യമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ട്രെയിൻ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പിടിച്ചാൽ നേരത്തിന് പോയാൽ നേരത്തെ എത്തൂലേ? അതൊരു ചോദ്യമാണ്, ചോദ്യം. So beautiful guys. This smell കേട്ടോ. ചെറിയ എന്തൊക്കെ നമ്മൾ വാങ്ങിയത് കാണിച്ചു കൊടുത്താ പ്രേക്ഷകർക്ക്. വാട്ട് ഈസ് ദിസ്? എന്താണ് മിക്സഡ് ആയിട്ടുള്ളത്? വിത്ത് പീനട്ട് മസാല. അതോ അത് പിന്നെ എല്ലാവർക്കും അറിയും. മൂങ് ദാൽ. ഇത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിച്ച് ചട്ടുവിൻ്റെ വയറ് നിറഞ്ഞു. ചെപ്പിനും ലുക്ക് സൂം ചെയ്ത് നോക്കുക. എൻ്റെ മോനെ ഇഞ്ചിടാ. നമ്മളെവിടെ എത്തിയതാ? ബ്യൂട്ടിഫുൾ. ചെപ്പിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ലുഡോ കളിക്കാൻ പോവുകയാണ്, 4 പേര്. ലുഡോ എന്തായാലും ഞാൻ ജയിക്കോളൂ. ഹലോ ഗൈസ്, ലുഡോ കളിക്കുന്ന തയ്യാറി. ഞാൻ റെഡ്, മീ റെഡ്, ആൻഡ് യു യെല്ലോ, യു green, and Cheppu is blue. Then this start the game. ലുഡോ പുരോഗമിക്കുന്നു. എന്നെ ചെറിയാപ്പ് വെട്ടി ഗൈസ്. തിരക്കടില്ലാത്തൊരു ചായ കിട്ടി ഗൈസ്. ഗുഡ്. 30 രൂപ കൊടുത്തു, 4 ചായ, ബാക്കി 10 രൂപ കൊടുക്കാണ്ട്. ഹലോ ഗൈസ്, ഇർഷാദ് കള്ളക്കളി കളിക്കുന്നു ഗൈസ്. സ്വയം എല്ലാവരും മാറ്റുന്നു ഗൈസ്. ഇതൊന്നും ശരിയല്ല. ഹലോ ഗൈസ്, ചെറിയാപ്പു അതിവിദഗ്ധമായി 4ാമത്തെ എന്താണ്? ഞാൻ ചെറിയാപ്പു ജയിച്ചില്ലേ? 5 അങ്ങനെ പോണം.
അപ്പോൾ നമ്മൾ ചെറിയാപ്പൂവിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ചെറിയാപ്പൂ കൈകൊണ്ട്. ഹലോ ഗൈസ്, വാശിയേറിയ മത്സരം അന്തിമഘട്ടത്തിൽ 1ാം സ്ഥാനം മിസ്റ്റർ ചെറിയാപ്പൂ, 2ാം സ്ഥാനം ഇർഷാദ്, 3ാം സ്ഥാനം മാരി. മൂന്നാം സ്ഥാനം അവസാന സ്ഥാനം നേടിയിരിക്കുന്നു മിസ്റ്റർ ചെപ്പു. ബാക്കിൽ നിന്ന് ഫസ്റ്റ്. അങ്ങനെ നമ്മുടെ യാത്രയുടെ ആദ്യത്തെ 10 മണിക്കൂറുകൾ അവസാനിക്കുമ്പോൾ 10 ആയോ 6 മണിക്കൂറുകൾ അവസാനിക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ മംഗലാപുരം കഴിഞ്ഞ് ഗോവ ലക്ഷ്യമായി പോവുകയാണ്. ഉടുപ്പിയാണ്. അപ്പൊ എന്താണ് ഇർഷാദിന് യാത്രയെ കുറിച്ച് 2 വാക്ക് സംസാരിക്കുന്നത്? ഏറ്റവും വലിയ ഹൈലൈറ്റ് നമ്മുടെ ചെപ്പുവിന്റെ തോൽവിയാണ്. ചെപ്പുവിന് 4ാം സ്ഥാനം. കാരണം ഇന്ന് ചെറിയാപ്പ് ട്രെയിനെ കുറിച്ച് പോയി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് ട്രെയിനിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ബാഗ് എപ്പോഴും കയ്യിലുണ്ടാവില്ലേ അറിയപ്പോ? ലുഡോയിൽ തോറ്റ ചെപ്പു. ഹലോ ഗൈസ്, ഇപ്പോൾ ഉടുപ്പി എത്തിരിക്കുകയാണ് ഗൈസ്. വാപ്പ മകളുമായി സംസാരിക്കുന്നു. മകളെ കുറിച്ച് ചിന്തയില്ലാത്ത ചെറിയാപ്പു, കെട്ടികളെ കുറിച്ച് ചിന്തയില്ലാത്ത ചെപ്പു, പെണ്ണെ കുറിച്ച് ചിന്ത മാത്രമുള്ള ഞാൻ. ഇപ്പോൾ ഏകദേശം ഉടുപ്പി കഴിഞ്ഞ് ഇപ്പോൾ തുരങ്കം വഴിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ ഗൈസ്, പുതിയ തലണ കവർ ഓർ ബസ്തർ വിരിപ്പ് ചെക്കൻ സുന്ദരൻ സുമുഖൻ മാറി തന്നു. പുതിയ കാണിച്ചു കൊടുക്ക്. എന്തൊക്കെ കിട്ടി? അതെന്താ? പുതപ്പ്, പിന്നെ പിന്നെ ഇതൊക്കെ അലക്കലുണ്ടായിക്കൂലേ? ചെക്കൻ ഫുള്ളാണ്. ഇജ്ജ് ഹാപ്പി അല്ലേ ചെപ്പു? ചെറിയാപ്പ് ഹാപ്പിയാണോ? അതെ. ഓക്കെ. അപ്പം വീണ്ടും യാത്ര തുടരുന്നു. ലക്ഷ്യമായി രാത്രി തേരാപ്പാര നടക്കുന്ന മിസ്റ്റർ ചെപ്പു. രാത്രി ആയപ്പോൾ ഭക്ഷണം കിട്ടുമോ എന്നറിയാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇപ്പോൾ ഉള്ളത് കിച്ചൺ ലോണ്ടറിയുടെ അടുത്താണ്. ഇപ്പോൾ ചെറിയാപ്പ് സംസാരിക്കും. രാവിലെ എങ്ങനെ ബാത്റൂമിൽ പോകുന്ന ചെറിയാപ്പ് ആകെ സീനാണ് ഗൈസ്. പറയറിയപ്പോ ബ്ലോഗല്ലേ ഇങ്ങനെ ഉണ്ടായപ്പോ ഇങ്ങനെ മെയിൻ്റെ ആക്കണേ. ഇപ്പൊ നമ്മള് ലോണ്ടറി മീൻസ് ഭക്ഷണം വാങ്ങാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ എത്തിയതാണ്. ഇപ്പുറത്തെ സ്ലീപ്പർ, ഇപ്പുറത്തെ AC, നടുവിൽ നമ്മൾ എവിടെയും ഇല്ലാതെ ഗദ്യത്തരമില്ലാതെ ചുമ്മാ ഇവിടെ നിൽക്കുകയാണ്. ഇപ്പൊ ഏകദേശം ഗോവക്ക് അടുത്തെത്താറായി. ഇപ്പം ട്രെയിൻ സ്റ്റോപ്പിലാണ്. ഓക്കെ ഗൈസ്, ട്രെയിനിലെ കിച്ചൺ സെറ്റപ്പ് കാണാത്തവർക്ക് ഇതാ ഞങ്ങൾ ദൃശ്യ വിരുന്നൊരുക്കുന്നു. യാത്രയിലെ ട്രെയിൻ ജോലിക്കാരുടെ ഒരു പ്രാർത്ഥന മുറിയായിട്ട് ഇതിനെ കണക്കാക്കാം. ഓക്കെ, സ്റ്റെപ്പ് വീണ്ടും കിച്ചണിലേക്ക് പോകുന്നു. ഫുഡ് കിട്ടിയോ? ഫുഡ് കിട്ടിയോ? ഫുഡ് കിട്ടിയോ? ഫുഡ് കിട്ടിയോ? എന്താ വാങ്ങിയേ? ഓൻക്ക് ഇനി 2 ചപ്പാത്തി കൂടി വേണം. എന്താ വാങ്ങിയത്? എന്താ വാങ്ങിയത്? ചെറിയാപ്പൂന് ഫുഡ് പോരാന്നാ പറയണത്. എന്താ വാങ്ങിയത്? 4. ഞങ്ങളിപ്പോൾ രാത്രി 10 മണിയായി. ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. ഇവിടെ ആദ്യം സീറ്റിൽ ബ്ലാക്ക് റെയിൽവേ നിന്ന് ലഭിച്ച ഭയങ്കരമായ ബ്ലോഗാണിത്. ഈ ബ്ലോഗിന് പ്രത്യേകത എന്താ അറിയോ? ഞങ്ങൾ മാത്രമേ കാണുള്ളൂ. ആ ശരി. ചെപ്പു, എങ്ങനെയുണ്ട് താങ്കളുടെ യാത്ര? കൊയ്സിന്റെ അർത്ഥം എന്താ? മായനെന്താ? ഓക്കെ, ഒറ്റ കൂടുതലൂടെ കളിക്കുന്ന ഇന്ന് തീരുമാനമാകുമോ? ഇത് പറ്റ ചെറുതായല്ലടാ.
നൈസ്. ഇർഷാദിൻ്റെ ഐഡിയാപരമായ നീക്കങ്ങൾ ഇപ്പോൾ കാണാം. എൻ്റെ ബെഡ്ഷീറ്റ് തയ്യാറാക്കുന്ന മിസ്റ്റർ KT. വെള്ള പൊതുപ്പ് മൂടി കിടക്കുമ്പോഴേ ശാപം നിക്കല്ലോ. അത് നല്ലൊരു കോമഡി ആയിരുന്നു. താങ്ക് യു മിസ്റ്റർ ഇർഷാദ്. ഇർഷാദ് താങ്ക് യു. ശരി, അവിടെ സ്ഥലം ഇവിടെ കാണിച്ചോണ്ട. അല്ല, ഇർഷാദിൻ്റെ കമോൺ. ഇർഷാദ് ഇവിടെയാണ് കിടക്കുന്നത്. 49 അല്ലേ? യെസ്. ഇതിൻ്റെ രാത്രിയുള്ള നല്ല ക്ലിയർ ഉണ്ട് കേട്ടോ സാധനം. നൈറ്റ് വ്യൂ കൊള്ളാം. ചെറിയപ്പോ വേഗം നോക്ക്. ചെറിയപ്പോ കുറച്ച് ടൈം എടുക്കും. ചെറിയപ്പോ ഞാൻ ഓർക്കട്ടെ കേറുന്നത് എടുത്തിട്ട് പോയാൽ മതി. ഫോണുണ്ടോ നോട്ടോ? അത് നമുക്ക് വെച്ചാൽ ആ ബാഗിന്റെ മേലെ വെച്ചാൽ ആ ബാഗിന്റെ മേലെ വെച്ചാൽ ആ ഫോൺ അതുകൊണ്ട് ചെറിയ പെട്ടുപോയിരിക്കാണ് ഗൈസ്. നടക്കുമല്ലോ അതും. ഗൈസ് ഒക്കെ റെഡിയാക്കി ഇവിടെ കിടന്നിരിക്കുകയാണ്. ഓക്കെ, ഇർഷാദ് ചെപ്പുമായിട്ട് കുശലാന്വേഷണങ്ങൾ നടത്തുന്നു. ഓക്കെ, ഇവിടെ നമ്മുടെ സാത്ത് കൂട്ടുകാരുടെ ഒപ്പം हिंदी वाले आदमियों और दो केरला वाले आदमियों इधर से, एक इडुक्की वाला आदमी और ആലപ്പുഴ വാല. ഓക്കെ, ചെറിയ അപ്പുവിൻ്റെ കാട്ടിക്കുട്ടികൾ കണ്ട് ചിരിക്കുന്ന ഇർഷാദ്. അങ്ങനെ നല്ല ലുക്കുണ്ട് ഇർഷാദ് ഈ കാണാടാ. പക്ക ലൈറ്റിങ്. ഇവിടെ കുഞ്ഞാപ്പ് ഭയങ്കര സംസാരത്തിലാണ്. ഓരോ വിശേഷങ്ങൾ പറയുന്നുണ്ട്. കുഞ്ഞാപ്പിനെ അടിച്ചെടുത്താ. അപ്പൊ ഓക്കെ, ഇന്നത്തെ യാത്ര അവസാനിക്കുകയാണ്. നാളെ വീണ്ടും സന്ധിക്കുവരേക്കും നടക്കും.